والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الطهارة إلى التفصل. الترهيب من البول في الماء والمغتسل والحجر. വെള്ളത്തിലും അതുപോലെ കുളിക്കുന്ന സ്ഥലത്തും അതുപോലെ ഹുജറുകളിൽ മാളങ്ങളിലും മൂത്രിക്കുന്നതിനെ തൊട്ടുള്ള അതിൻ്റെ വിരോധനം വന്നിട്ടുള്ള ഹദീസുകൾ. കഴിഞ്ഞ ഫസ്ലിൽ നമ്മൾ വെള്ളം ഉറവ് പൊട്ടുന്ന ഒഴുകി തുടങ്ങുന്ന സ്ഥലങ്ങളിൽ മൂത്രിക്കുന്നത് വിരോധിച്ചിട്ടുള്ള ഹദീസുകളാണ് വായിച്ചത്. ഇതിൽ ഈ ഫസ്ലിൽ വരുന്ന ഒന്നാമത്തെ ഹദീസ് അൻ ജാബിരിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അന്നഹു നഹാ അൻ യുബാല ഫിൽ മാഇ അർറാകിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ, മാഉർ റാകിദ് എന്ന് പറഞ്ഞാൽ ഒഴുകാതെ കെട്ടി നിൽക്കുന്ന വെള്ളം, അങ്ങനെയുള്ള വെള്ളങ്ങളിൽ മൂത്രിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഫസ്ലിൽ വെള്ളം ഒഴുകി തുടങ്ങുന്ന ഉറവ് പൊട്ടുന്ന സ്ഥലങ്ങളിൽ മൂത്രിക്കുന്നതിന് വിരോധിച്ചിട്ടുള്ള ഹദീസുകൾ നമ്മൾ വായിച്ചു. ഇതിൽ കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ട്. ഉലമാക്കൾ ഈ നഹി ഹറാമിന്റെ ഉദ്ദേശത്തിലാണോ അതോ മക്രൂഹ് എന്നുള്ള ഉദ്ദേശത്തിലാണോ എന്ന് രണ്ട് അഭിപ്രായം കാണാൻ സാധിക്കും. അതിൽ പറഞ്ഞു, വെള്ളം കുറഞ്ഞ അളവിൽ കെട്ടി നിൽക്കുന്നതാണെങ്കിൽ അതിൽ മൂത്രിക്കുക എന്നുള്ളത് വ്യക്തമായ ഹറാമാണ്. എന്നാൽ കുറച്ചു കൂടുതലുള്ള വെള്ളം കുറെ ഉണ്ട് എങ്കിൽ അത് മക്രൂഹിന്റെ അർത്ഥത്തിലാണ് നഹി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് കാണാം. രണ്ടായെങ്കിലും അത് ഒഴിവാക്കേണ്ട, ഹറാം എന്നുള്ള രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രിക്കുക എന്നത്. അടുത്ത ഹദീസ് عن بكر بن ماعز قال سمعت عبد الله بن يزيد يحدث عن النبي صلى الله عليه وسلم قال لا ينقع بول في طست في البيت فإن الملائكة لا تدخل بيتا فيه بول منتقع ولا تبولن في مغتسلك. لا ينقع بول في طست في البيت. യുൻഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമഅ ഒരുമിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലും അതുപോലെ ഒരുമിപ്പിച്ച് കുറെ വെക്കുന്നതിനാണ് നഖ എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ലാ യുൻഖ ബൗലുൻ ഫി തസ്തിൻ ഫിൽ ബൈത്ത്. ഇവിടെ ഏത് മനസ്സിലാണെങ്കിൽ ത്വസ്ത് എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് നമുക്കറിയാം ഈ മലമൂത്ര വിസർജനത്തിനൊക്കെ ഖലായിൽ ദൂരത്തുള്ള പ്രദേശങ്ങളിലാണ് പോകാറുള്ളത്. അപ്പൊ രാത്രി കാലത്ത് മൂത്രിക്കാനും മറ്റുമെല്ലാം അവർ വീടുകളിൽ തന്നെ ഒരു പാത്രം പോലെ അവർ വെക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടിന്റെ അടിയിലായിട്ട് അങ്ങനെ ഒരു പാത്രം വെക്കാറുണ്ട്, രാത്രി മൂത്രിക്കാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അന്നത്തെ രീതി അങ്ങനെയാണ് വീടുകളിൽ. അതിനാണ് ത്വസ്ത് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള പാത്രങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ആ പാത്രത്തിൽ മൂത്രം ഉള്ള അവസ്ഥയിൽ കുറെ നേരം അല്ലെങ്കിൽ കുറെ ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറെ നേരത്തേക്കോ അത് കളയാതെ, ഒരു രാത്രി കഴിഞ്ഞാൽ പിറ്റേന്ന് അത് ഒഴിവാക്കാതെ അതങ്ങനെ വെക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കാലത്തെ പോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റോ ബാത്റൂമോ അതൊന്നും ഇല്ലാത്ത കാലത്ത് അങ്ങനെ ഉണ്ട്. ഇവിടെ പണ്ഡിതന്മാർ ഇവിടെ ബൈത്ത് എന്നതിന് രണ്ട് അർത്ഥം പറഞ്ഞത് കാണാൻ സാധിക്കും. ഒന്ന്, വീട്ടിൽ എന്നുള്ള പൊതുവായ അർത്ഥത്തിലും, രണ്ട്, വീട്ടിൽ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് വെക്കരുത് എന്നുള്ള അർത്ഥത്തിലും രണ്ടർത്ഥം പറഞ്ഞത് കാണാം. കാരണം ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീറിന്റെ കട്ടിലിന്റെ താഴെയായിട്ട് ഈ പാത്രം വെക്കാറുണ്ടായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് വെക്കരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറയാൻ കാരണം അതാണ്. എന്തായാലും വീട്ടിൽ അത് കുറെ കാലം അല്ലെങ്കിൽ കുറെ നേരത്തേക്ക് അത് ഒഴിവാക്കാതെ വെക്കുന്നത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി ബൗലുൻ മുൻതഖഉൻ വലാ യബൂലന്ന ഫീ മുഖ്തസിലിക്. അതുപോലെ ഈ വെള്ളം ഇങ്ങനെ മൂത്രം ഇങ്ങനെ വെച്ചിട്ടുള്ള പാത്രം വിട്ട് ഒഴിവാക്കാതെ വെച്ചിട്ടുള്ള അങ്ങനെയുള്ള വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റഹ്മത്തിന്റെ മലക്കുകൾ ഒരു വീട്ടിൽ പ്രവേശിക്കാതിരിക്കാനുള്ള ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ ഒരു നായയുള്ള വീട്ടിലെന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിത്രരൂപങ്ങളുള്ള തസ്വീറുകളുള്ള രൂപങ്ങളുള്ള വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു കാരണമാണ് ഇങ്ങനെ അന്ന് ഉപയോഗിച്ചിരുന്ന ഈ പാത്രം ഒഴിവാക്കാതെ മൂത്രം നിറച്ചതായിട്ട് വെച്ചിട്ടുള്ള വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞത്. മറ്റൊരു കാര്യം ഈ ഹദീസിൽ പറഞ്ഞു, വലാ തബൂലന്ന ഫീ മുഗ്തസിലിക്.
നിങ്ങൾ കുളിക്കുന്ന, മുഖ്തസിൽ എന്ന് പറഞ്ഞാൽ കുളിക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, മൂത്രിക്കരുത് എന്നുള്ളത്. ഇതൊക്കെ പ്രത്യേകിച്ചും അന്ന് കാലത്തെ മായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം അന്ന് കാലത്ത് കുളിക്കാനുള്ള ഒരു സ്ഥലം, അന്ന് മണ്ണാണ് ഉണ്ടാവുക താഴത്ത്, ആ കുളിക്കുന്ന സ്ഥലത്ത് അതിന് മുമ്പായിട്ട് മൂത്രിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അവിടുന്ന് കുളിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും വസ്വാസ് ബാധിക്കും. ആ കാരണം കൊണ്ടാണ് ഇത് ഒഴിവാക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നെജസ് തെറിച്ചിട്ടുണ്ടോ, നെജസ് ആയിട്ടുണ്ടോ, അത് പോയിട്ടില്ലേ എന്നുള്ള തരത്തിൽ അവന് സംശയവും അത് വേറെ പ്രശ്നങ്ങളിലേക്കും എത്തിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. ഇത് ഇന്ന് നമുക്ക് ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിൽ കൂടി ചില ആളുകൾക്ക് ഇതറിയില്ല, മൂത്രത്തിന്റെ അംശം എന്നുള്ള സ്ഥലത്ത് അവിടെ തന്നെ അവർ കുളിക്കുന്ന ചില ആളുകൾക്ക് അറിയാത്തതുകൊണ്ട് ചെയ്യുന്നത് കാണാം. അപ്പൊ കുളിക്കുന്ന സ്ഥലത്ത് മൂത്രിക്കാൻ പാടില്ല, അത് വേറെ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ കുളിക്കുന്നത് വേറെ ഭാഗത്തുമായിട്ട് ചെയ്യണം എന്ന് ഇതിൽ മനസ്സിലാക്കാം. الحديث وعن حميد بن عبد الرحمن قال لقيت رجلا صحب النبي صلى الله عليه وسلم كان صحبه أبو هريرة رضي الله عنه قال نهى رسول الله صلى الله عليه وسلم أن يمتشط أحدنا كل يوم أو يبول في مغتسله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ടായിരുന്നു അയ്യം തശിത അഹദുന കുല്ല യൗമിൻ, എല്ലാ ദിവസവും മുടിയോ താടിയോ ചീകുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് വിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മക്രൂഹിന്റെ ബാബിലുള്ള ഒരു കാര്യമാണ്. എല്ലാ ദിവസവും മുടി ചീന്തുക അല്ലെങ്കിൽ താടി ചീന്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഉലമാക്കൾ ഇതിന്റെ ഇല്ലത്ത്, ഇതിന്റെ കാരണം പറയുന്നത് ഒരാവശ്യമില്ലാതെ എന്തെങ്കിലും മുടി ജട പിടിക്കുകയോ അല്ലെങ്കിൽ അഴുക്കാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒതുക്കി വെക്കണം. അതല്ലാതെ ആവശ്യമില്ലാതെ അതെപ്പോഴും ഇങ്ങനെ ചീന്തി ചെയ്യുക എന്നുള്ളത് അവന്റെ താടിയും മുടിയും എല്ലാം ബലം ക്ഷയിക്കാനും അതെല്ലാം അവന് ദോഷം വരുത്താനും, കൊഴിഞ്ഞുപോയി ഒരാളുടെ ശരീരത്തിന് ദോഷം വരുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി, അവന്റെ സ്വന്തത്തിനുള്ള മസ്ലഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അത് മക്രൂഹിന്റെ ബാബിലാണ്. ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണ്, വൃത്തികേടായി നിൽക്കുകയാണെങ്കിൽ ചെയ്യാവുന്നതാണ്. അതല്ലാതെ എപ്പോഴും എല്ലാ ദിവസവും അതിങ്ങനെ ചീന്തിക്കൊണ്ടേ ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അതുപോലെ യബൂലഫി മുഖ്തസിലിഹി, കുളിക്കുന്ന സ്ഥലത്ത് മൂത്രിക്കുന്നതും വസ്വാസില്ല ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ മൂത്രത്തിന്റെ അംശം ഉണ്ടാവും, അത് നമ്മുടെ മേത്ത് തെറിച്ചിട്ടുണ്ടാവും. അങ്ങനെ വസ്വാസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുളിക്കുന്ന സ്ഥലത്ത് മൂത്രിക്കാൻ പാടില്ല എന്നുള്ളത്. ഇത് കുറെയൊക്കെ നമുക്ക് ഇന്ന് കാലത്ത് സൗകര്യങ്ങളാണ്. ഇതിന്റെ അർത്ഥം അറ്റാച്ച്ഡ് ടോയ്ലറ്റിൽ ബാത്റൂമും ടോയ്ലറ്റും ഒരുമിച്ച് ഉണ്ടാവരുത് എന്നല്ല, ആ സ്ഥലത്ത് മൂത്രിച്ചിട്ട് പിന്നെ അവിടെ കുളിക്കുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കണം. ഇത് കേട്ട് ഒരാളും അറ്റാച്ച്ഡ് ഒരുമിച്ച് ഉണ്ടാക്കാൻ പാടില്ല, ഒരുമിച്ച് ആവാൻ പാടില്ല എന്നല്ല അതിന്റെ ഉദ്ദേശം. കുളിക്കുന്ന ആ സ്ഥലത്ത് മൂത്രിച്ച് പിന്നെ അവിടെ കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വസ്വാസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഫസ്ലിൽ അടുത്ത ദിവസം നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.